കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ കൃപയുടെ ഈ മണിക്കൂറിലേക്ക് ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവരുന്നു. വളരെ എളിമയോടെ വചനം ശ്രവിക്കുക, വചനത്തിൽ വിശ്വസിക്കുക, വചന ഈശോയാണെന്ന് വിശ്വസിക്കുക, വചനം നിങ്ങൾ രൂപാന്തരപ്പെടുത്തട്ടെ. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 14-15 വചനമാംസമായ നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം നമുക്കറിയാം, സ്വീകരിക്കണമെങ്കിൽ യെശയ്യാ 66 ആത്മാവിൽ എളിമയും അനുതാപവും ഉണ്ടായിരിക്കുക. എൻ്റെ വചനം കേൾക്കുമ്പോൾ വിറയ്ക്കുകയും ചെയ്യുന്നവനെയാണ് ഞാൻ കടാക്ഷിക്കുക. അപ്പോൾ ദൈവസന്നിധി എത്രമാത്രം എളിമയും അനുതാപവും നാം സൂക്ഷിക്കുന്നു, അത്രമാത്രം നമുക്ക് അനുഗ്രഹം കിട്ടും. ശരിക്കും നമുക്ക് ചില സഹനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ കൂടുതൽ ദൈവം എളിമപ്പെടുത്താൻ വേണ്ടി ദൈവം തരുന്ന നിമിഷമായിട്ട് കാണുക. 2 തിമോത്തി 3-ാം അധ്യായത്തിൻ്റെ 12 യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും പീഡിപ്പിക്കപ്പെടും. ശരിക്കും അത് വിശുദ്ധിയിലേക്കുണ്ട്. അപ്പം എളിമയും വിശുദ്ധിയും ഉണ്ടെങ്കിലേ നമുക്ക് ഈ കൃപ, ഡെലിവറൻസിൻ്റെ കൃപയൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ, നമുക്ക് ഡിസേൺമെൻറ്റ് ഗിഫ്റ്റ് കിട്ടുകയുള്ളൂ. 1 കൊറിന്തോസിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 6 മുതൽ 11 വരെയുള്ള വചനത്തിൽ കാണുന്നുണ്ട്. അവിടെ വ്യക്തമുണ്ട്, അതായത് ആത്മാക്കൾ വിവേചിച്ചറിയാനുള്ള വരം. 1 യോഹന്നാൻ 4-ന്റെ 1-2 വചനം, നിങ്ങളെല്ലാ സഹോദരന്മാരും നിങ്ങളെല്ലാ ആത്മാക്കളെയും വിശ്വസിക്കരുത്, ദൈവത്തിൽ നിന്നാണോ ഓരോന്നൊന്ന് തിരിച്ചറിയണം, വിവേചിച്ചറിയാൻ പറയുന്നുണ്ട്. ആത്മാവ് ദൈവത്തെ, അപ്പോൾ ഓരോ അഭിഷേകങ്ങൾ തിരിച്ചറിയണമെങ്കിൽ, ഇപ്പോൾ ലോകത്തിൽ പൈശാചക്തിയും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഇറങ്ങുന്ന കാലഘട്ടം വളരെയധികം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അത് 2 കൊറിന്തോസിൻ്റെ 11-ാം അധ്യായത്തിൻ്റെ 12, 13, 14 വചനം വായിക്കുമ്പോൾ പിശാച് പോലും പ്രഭാപൂർണനായ ദൈവദൂതൻ്റെ വേഷം കെട്ടാറുണ്ടല്ലോ. ചിലപ്പോൾ അവനും അടയാളങ്ങളും അത്ഭുതങ്ങളും എല്ലാം, ഇപ്പോൾ ശുശ്രൂഷകൾ ഞങ്ങളൊക്കെ ചെയ്യുന്ന അതേ സംഭവങ്ങൾ ചിലപ്പോൾ ഒരു അടയാളങ്ങളൊക്കെ ചിലപ്പോൾ കാണിക്കുന്ന കാണാൻ പറ്റും. പക്ഷെ അത് പരിശുദ്ധാത്മാവാണോ അതോ പൈശാചിക ശക്തിയുടെ പ്രവർത്തനമാണോ? അരൂപി തന്നെ അത് ഇങ്ങനെ തിന്മയുടെ കാലഘട്ടം, അവസാന കാലഘട്ടം വേണ്ട, ചിലപ്പോൾ അവസാന കാലഘട്ടം എല്ലാം നമ്മൾ കരുതിയിരിക്കണം. അപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ പുണ്യങ്ങളിലൊന്ന് നമുക്ക് വിശുദ്ധി എന്നൊരു പുണ്യമാണ്. ഹോളിനെസ് ഉണ്ടെങ്കിൽ മാത്രമേ. അതുകൊണ്ടാണ് ഈ കൈവ് പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 1 തിമോത്തിയിൽ 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. 1 തിമോത്തിയുടെ 5-ാം അധ്യായത്തിൻ്റെ 22 ആർക്കെങ്കിലും കൈവെപ്പ് നൽകുന്നതിൽ നിന്ന് തിടുക്കം കൂട്ടരുത്, നീ വിശുദ്ധി പാലിക്കണം. അപ്പോൾ ആത്മാവിൻ്റെ, ഹൃദയത്തിൻ്റെ, ശരീരത്തിൻ്റെ പരിശുദ്ധി കൊണ്ട് മാത്രമേ, നീ പരിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളുടെ മേൽ കൈകൾ വെക്കാനോ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ പാടുള്ളൂ എന്ന് പൗലോസ്ലീഹ ശക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഹോളിനെസ് ഓഫ് യുവർ ഹാൻഡ്, നിൻ്റെ കൈകൾ വിശുദ്ധമായിരിക്കണം, കൈകൾ നിർമ്മലമായിരിക്കണം. അപ്പോൾ അത് നമ്മളൊന്ന് മറന്നു പോകരുത്. അപ്പോൾ ആ ഒരു ഹോളിനെസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ പൈശാചിക പീഡ പോലും ചിലർക്ക് ഉണ്ടാകും. അപ്പോൾ ചിലർക്ക് ചില പൈശാചിക പീഡകൾ വിളിച്ചു വരുത്തുന്നത് തന്നെ ചില പ്രത്യേകതരം കൈവെപ്പ് പ്രാർത്ഥന, ചില ആളുകളുടെ അടുക്കൽ നിന്ന് കൈവെപ്പ് പ്രാർത്ഥന സ്വീകരിച്ച ശേഷം പിന്നെ അവർക്ക് ഒരുപാട് ദുഷ്ടപിശാചിൻ്റെ ഉപദ്രവങ്ങൾ അവർക്കുണ്ടാകാറുണ്ട്. അപ്പോൾ അടയാളങ്ങളൊക്കെ തിരിച്ചറിയാൻ പറ്റണമെങ്കിൽ തന്നെ നമുക്ക് ഹോളിനെസ് വേണം. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രിയപ്പെട്ട, അതുകൊണ്ട് നമ്മൾ ഹോളിനെസ്സിന് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. റോമാലേഖനത്തിൻ്റെ 12, 1, 2 വചനം പറഞ്ഞ, ആകയാൽ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിപ്പിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ഒരു സജീവ ബലിയായിട്ട് അർപ്പിക്കും. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. ശരിക്കുള്ള ആരാധന തന്നെയാണ് വിശുദ്ധി പാലിക്കുക എന്നുള്ള മേഖല. വിശുദ്ധിക്ക് നമ്മൾ 1-ാം സ്ഥാനം കൊടുക്കണം. ഹെബ്രായ ലേഖനം 12-ന്റെ 14, 15, 16 വചനങ്ങളുണ്ട്. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കും. ഇപ്പോൾ ഇവിടെ വിദ്വേഷം എന്നൊന്നും വലിയൊരു അശുദ്ധിയാണെന്ന് പറയുന്നത് കണ്ടോ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീർന്നു. ചിലപ്പോൾ വിദ്വേഷം ചിലപ്പോൾ അപ്പനോട്, അമ്മയോട്, സഹോദരനോട്, സഹോദരിയോട്, കുടുംബാംഗങ്ങളോട്, മാതാപിതാക്കളോട്, വൈദികരോട്, സന്യസ്തരോട് പലരോടും ഭയങ്കരമായ വിദ്വേഷം. അത് തന്നെ ഒരു അശുദ്ധിയാണ്. നമ്മളോടൊരു ഭയങ്കര ബന്ധനമാണ്. അത് നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാണ്. ക്ഷമിക്കാനുള്ള ഏറ്റവും വലിയ എളുപ്പം എന്താണ്? നമ്മളിപ്പോഴും നോക്കേണ്ടത് നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള നല്ല വിചാരമുള്ള വ്യക്തിയെ തരും. എപ്പോഴും നമ്മൾ നമ്മുടെ ലോകരക്ഷ, ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെല്ലാം വാങ്ങിക്കാൻ വേണ്ടി, ഇപ്പോൾ പണം നേടിയെടുക്കാൻ വേണ്ടി, ജോലി നടക്കാൻ, മറ്റുള്ളവൻ്റെ സമ്പത്ത് നേടിയെടുക്കാൻ വേണ്ടി, കഴിവ് നടക്കാൻ വേണ്ടിയൊക്കെ ഓടി നടക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകുന്നത്. അത് നമ്മൾ ഓർത്തിരുന്നണം. ഈ യോഹന്നാൻ്റെ ലേഖനത്തിൽ 1 യോഹന്നാൻ 3 യോഹന്നാൻ എന്ന് വെച്ചാൽ യോഹന്നാൻ്റെ 3-ാമത്തെ ലേഖനം, ആ ലേഖനത്തിൻ്റെ 1-ാമത്തെ 1-2 വചനം വളരെ കൃപയുടെ വചനമാണ്. സഭാശ്രേഷ്ഠനായ ഞാൻ, യോഹന്നാൻ ശ്ലീഹ പറയാണ്, സഭാശ്രേഷ്ഠനായ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഗായൂസിന് എഴുതുന്നത്,
വാത്സല്യ ഭാജനമേ, നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ എന്നും നീ ആരോഗ്യവാനായിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. വാത്സല്യ ഭാജനമേ, നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലായിരിക്കും. അപ്പോൾ ഗായൂസ് എന്ന് പറയുന്ന തൻ്റെ ശിഷ്യന് യോഹന്നാൻ ശ്ലീഹ എഴുതുന്ന ലേഖനം ത്തിൽ ആദ്യം പറയും നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിലാണ്. അപ്പം നിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ, നീ വിശുദ്ധിയിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾക്ക് നിൻ്റെ ആത്മാവ് രക്ഷയുടെ പാതയിലൂടെ പോകുന്നു. അപ്പോൾ നമ്മളിപ്പോഴും ആത്മരക്ഷയെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. ഒരുപക്ഷെ നമുക്കുണ്ടാകുന്ന പീഡനങ്ങൾ പോലും ചിലപ്പോൾ നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാൻ, നമ്മളിലുള്ള പഴയ മനസ്സിനെ ഉരിഞ്ഞു മാറ്റാൻ ദൈവം തരുന്ന ചില പ്രഹരങ്ങളായിരിക്കും. നമ്മളിലെ പഴയ മദ്യപാനം, മയക്കുമരുന്ന്, വെറുപ്പ്, ഈഗോ, ഞാനെന്ന ഭാവത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പം ദൈവം നമ്മെ കൽത്തൂണ്ട് കെട്ടിയിട്ട് ചമ്മട്ടി കൊണ്ടടിക്കുന്ന ഈശോയ്ക്കുണ്ടായ അതേപോലത്തെ അനുഭവങ്ങൾ നമുക്ക് തരുന്നത് എന്തിനാ വെച്ചാൽ ഒരുപക്ഷെ നമ്മളെ എളിമപ്പെടുത്തി വിശുദ്ധീകരിച്ച് സ്വർഗത്തിൻ്റെ മക്കളാക്കാൻ, നിത്യജീവിതത്തിൻ്റെ മക്കളാക്കാൻ വേണ്ടി ആയിരിക്കാം ദൈവം അതുകൊണ്ട് നമ്മളങ്ങനെ കൊണ്ടുപോകുന്നു. ഫിലിപ്പി ലേഖനത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 12, 13, 14, 15, 12 മുതൽ 17 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, പൗലോസ് യേശുക്രിസ്തുവിനെ സ്വന്തമാക്കിയിരിക്കുന്നു. ഇത് ഞാൻ തന്നെ അറിയുന്നില്ല, പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, എൻ്റെ പിന്നുള്ളവയെ വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി ഞാൻ ഓടുന്നു. യേശുക്രിസ്തുവിലൂടെ ഉന്നതത്തിലേക്കുള്ള ദൈവത്തിൻ്റെ വിളിയായ സമ്മാനത്തിന് വേണ്ടി ഞാൻ അഹോരാത്രം യത്നിക്കുന്നു. അതിനുശേഷം പറയും പലരും കുരിശിൻ്റെ ശത്രുക്കളായി കഴിയുന്നു. കുരിശിൻ്റെ ശത്രുക്കൾ എന്ന് വെച്ചാൽ അർത്ഥം വെച്ചാലും സഹനത്തെ അവർ ഉൾക്കൊള്ളുന്നില്ല. അവർ സഹനത്തില്ല. ചിലരോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കണം എന്നല്ല. അതും ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നതിനേക്കാളും ഏറ്റവും വലിയ നമുക്ക് സഹനം കിട്ടുന്നത്. സഹനത്തിൻ്റെ ഗുണം, സഹനം നമ്മുടെ ആത്മാവിനെ വിശുദ്ധീകരിച്ച് ഈശോയുടെ സ്നേഹം കൊണ്ട് നിറച്ച് നമ്മളെ സ്വർഗോന്മുഖമാക്കി തീർക്കുക, സ്വർഗത്തിൻ്റെ മക്കളാക്കി എടുക്കുക എന്നുള്ളതാണ്. ദൈവ മക്കളെന്ന് വെച്ചാൽ സ്വർഗത്തിന് വേണ്ടി ഒരുക്കുന്ന, വിശുദ്ധീകരിക്കപ്പെട്ട അല്ലെങ്കിൽ വിശുദ്ധി നിറഞ്ഞ ആത്മാക്കളാക്കി നമ്മളെ രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ പ്രക്രിയയാണ്. അപ്പോൾ അത് എല്ലാ പ്രവാചകന്മാരും ദൈവം വിശുദ്ധീകരിക്കുന്നു, എല്ലാവർക്കും വിശുദ്ധീകരിക്കപ്പെടുന്നു. എല്ലാ പ്രവാചകന്മാരും ദൈവം ചില അഗ്നി കൊണ്ട്, തീക്കട്ട കൊണ്ടൊക്കെയാണ് വിശുദ്ധീകരിക്കുന്നത്. മോശയൊക്കെ ദൈവം കൊണ്ടുപോകുന്ന വലിയ സഹനത്തിലൂടെ കൊണ്ടുപോയിട്ടാണ് അവനെ വിശുദ്ധീകരിച്ച ദൈവത്തിൻ്റെ ആ സ്വന്തം എന്ന രീതി രൂപത്തിലാക്കിയെടുക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള അപ്പം ഞാൻ വീണ്ടും തിരിച്ചു വരിക. അപ്പോൾ ഈ വിശുദ്ധി എന്ന പുണ്യമുണ്ടെങ്കിലേ നമുക്ക് കർത്താവിനെ ദർശിക്കാൻ പറ്റുള്ളൂ. മത്തായി 5:8 ഹൃദയ ശുദ്ധതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 11:25 പിതാവേ നീ ജ്ഞാനികളും വിവേകികളും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തണം. ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുക്കണം. വിശുദ്ധികളൊക്കെ ദൈവത്തെ അനുഭവിക്കാനും സ്വന്തമാക്കാനും പറ്റുള്ളൂ. അതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം 18:3-4 വചനത്തിലും പറയും, ശിശുക്കളെ പോലെ ആകുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യം കാണാം. അപ്പം നമുക്ക് അത്ര നിഷ്കളങ്കത, നമ്മളിലുള്ള കപടത മുഴുവൻ പറഞ്ഞു. നമുക്ക് ഈ ധനമോഹം, കൊളോസസ് 3:5 എന്ന് പറയുന്ന ദ്രവ്യാഗ്രഹം തന്നെയായ അല്ലെങ്കിൽ വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി. അപ്പം വിഗ്രഹം തന്നെയാണ് പണത്തോടുള്ള അമിതമായ കൊതിയൊക്കെ വരുമ്പോൾ. 2 തിമോത്തി 6:10 പറയും, ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണമാണ്. എല്ലാ തിന്മകളും വരുന്നത് പണം. അപ്പം ഇതൊക്കെ നമ്മളിന്ന് പോകുന്നതാണ്. ഇതൊക്കെ നശ്വരമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള നല്ല ബോധ്യം നമുക്കുണ്ട്. ഇത് നശ്വരമാകിയാൽ ഇതിനെല്ലാം വിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് പോകേണ്ടവരാണ്. ഇന്നെല്ലാം നാളെ ദൈവം നമ്മളെ ഭൂമിയിൽ നിന്ന് വിളിക്കും. ഒരു മരണമുണ്ട് നമുക്കെല്ലാം, ഒരു മരണമെന്നൊരു വിളിയുണ്ട് എന്നുള്ള കാര്യം നമുക്കുണ്ടാകണം. അതാണ് ഈ പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 41-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വചനം പറയുന്നുണ്ട്. മരണമേ തൻ്റെ സമ്പത്തിൻ്റെ മധ്യേ സമാധാനം ജീവിക്കുന്നവന്, അലല്ലാതെ എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവന്, രുചികരമായ വിഭവങ്ങൾ ആസ്വദിക്കാൻ ആരോഗ്യമുള്ളവന് നിന്നെപ്പറ്റി ഓർക്കുന്നത് എത്ര അരോചകമാണ്. അപ്പോൾ ഈ മരണത്തെക്കുറിച്ച് പറയുക. അവിടെ പറയുന്നുണ്ട് പ്രഭാഷകൻ 41:10 പൊടിയിൽ നിന്ന് വന്നവൻ പൊടിയിലേക്ക് മടങ്ങുന്നു. അപ്പോൾ അതുപോലെ തന്നെ പ്രഭാഷകൻ 41:13 നല്ല ജീവിതത്തിൻ്റെ ദിനങ്ങൾ പരിമിതമത്രേ, എന്നാൽ സൽകീർത്തി ശാശ്വതവും. ഇപ്പം നിത്യജീവിതം നമ്മൾ ഇപ്പോഴും കാണണം. നമ്മുടെ മുന്നിലൊരു ഇതൊരു ലോകത്തിൽ നമ്മൾ എന്ത് നേടുന്നു നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് നമ്മുടെ ആത്മാവിനെ മാത്രം. വളരെയധികം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ധ്യാനിക്കേണ്ട വചനമാണ് സങ്കീർത്തനം 90 1 മുതൽ 11 വരെയുള്ള വചനം. അത് ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ അത് വായിക്കും, നല്ലതാണ്. അപ്പോൾ അവിടെ പറയുന്നുണ്ട്, മനുഷ്യൻ പുല്ല് മാത്രമാണ്, പ്രഭാതത്തിൽ വിരിയുന്ന പുഷ്പം പോലെ. നന്നായിട്ട് രാവിലെ നല്ല വിരിച്ച്, പക്ഷേ വൈകുന്നേരം അത് കൊഴിഞ്ഞു പോകുന്ന, ഇല്ലാതായിത്തീരുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ ആയുസ്സിൻ്റെ ദൈർഘ്യം ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ഒരു മനുഷ്യൻ്റെ ആയുസ് ഏറിയാൽ 70 അല്ലെ 80, അത്രക്കും ഞങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് ഞങ്ങൾ ഇല്ലാതായിത്തീരും.
എന്ന് പറയുന്ന ആ സംഭവം നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കണം. 10-ാമത്തവനോ 90-10 പറയും, ഞങ്ങളുടെ ആയുഷ്കാലം 70 വർഷമാണ്, ഏറിയാൽ 80, എന്നിട്ടും അക്കാലത്തിന് അധ്വാനം ദുരിതമാണ്, പെട്ടെന്ന് തീർന്ന് ഞങ്ങൾ കടന്നു പോകും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടന്നു പോകുന്നവരാണ്, നമ്മൾ യാത്രക്കാരാണെന്നുള്ള ബോധ്യം വേണം. പലർക്കും നിൽക്കാനേ ഇഷ്ടപ്പെടുന്നത്, നിൽക്കാൻ പറ്റത്തില്ല, നമുക്കൊരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. എത്ര വർഷം ഒരു നിമിഷം ഒരു പരിമിതിയുണ്ട്. അപ്പം നിനക്ക് അതോടെ തീരുകയാണ്. അപ്പോൾ ഈ കുറച്ച് നാളുകൾ കൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഭവിഷ്യത്ത് നമ്മുടെ മരണാനന്തരം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നീ ഏത് വ്യക്തിയാൽ, നമ്മളിപ്പം ഡോക്ടറായി, എഞ്ചിനീയറായി, ജഡ്ജിയായി, അല്ലെങ്കിൽ പൈലറ്റായി, വലിയ സയൻറ്റിസ്റ്റായി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. സയൻറ്റിസ്റ്റും ലോകത്തെക്കുറിച്ചൊരു അറിവ് നേടിയെന്നുള്ളൂ എന്ന് വെച്ചുകൊണ്ട് ഒരു സയൻറ്റിസ്റ്റും എല്ലാം അറിഞ്ഞൊരു വ്യക്തിയൊന്നുമല്ല. എല്ലാ സയൻറ്റിസ്റ്റുകളും എത്രയേറെ കഴിവും ബുദ്ധിമാനും ലോകത്തിന് ഉന്നത സ്ഥാനങ്ങളിരിക്കുന്ന വ്യക്തി എല്ലാം അറിഞ്ഞിട്ടൊന്നുമില്ല. അവനൊക്കെ ചില കാര്യങ്ങൾ അറിയാമെന്നല്ലാതെ മുഴുവനൊന്നും മുഴുവൻ പോയിട്ടൊന്നും അറിയത്തില്ല. ഈ ഭൂമിയിലുള്ളവരെ കുറിച്ചൊന്നും അവനറിയത്തില്ല. ഏതോ ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചുള്ള കുറച്ചറിവുകൾ കിട്ടി എന്ന് മാത്രമേ ഉള്ളൂ. അതോടെ സർവ്വതും കിട്ടി എന്ന് പറഞ്ഞുള്ള അഹംഭാവത്തോടെ ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് ജീവിതത്തെ തീരുമാനമെടുക്കുകയും മാരകഭാവത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന അവൻ്റെ അത്രയും ബുദ്ധിയില്ലാത്തൊരുവൻ ഈ ലോകത്തില്ലെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എത്രമാത്രം എളിമപ്പെട്ട് ജീവിക്കുക. അപ്പോൾ അവിടെ വിശുദ്ധിയൊക്കെ വളരെ പ്രധാനം. ദൈവസന്നിധിയിൽ നമ്മളെ നിർത്താൻ യോഗ്യത നൽകുന്നത് നമ്മുടെ വിശുദ്ധ ജീവിതമാണ് എന്നുള്ള കാര്യം മറക്കരുത്. ഫിലിപ്പി ലേഖനത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 15 മുതൽ, അങ്ങനെ നിങ്ങൾ നിർദോഷ നിഷ്കളങ്കനുമായി തീർന്ന് വഴി പിഴച്ചതും വക്രതയുള്ളതുമായി തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാകട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുകയും, പൗലോസ് പറയും, വേറെ ഒന്നും നിങ്ങൾ ദൈവവചനം മുറുകെ പിടിക്കുക, ആ വചനത്തെ മുറുകോട് വിശ്വസിക്കുക, സംശയിക്കാതെ വിശ്വസിക്കുക. അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ലെന്ന്, വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്ക് അഭിമാനിക്കാം. അതുകൊണ്ട് വിശുദ്ധിക്ക് വേണ്ടിയുള്ളൊരു പരിശ്രമം വേണം. ഇന്നത്തെ ലോകത്തിൽ കാണാൻ പറ്റും ഒരുപാട് പേര് ഈ ജഡിക പാപങ്ങളിൽ പെടുന്നു. കേൾക്കുന്നുണ്ട്, മാസ്റ്റർബേഷൻ, അല്ലെങ്കിൽ സ്വവർഗരതി, അല്ലെങ്കിൽ വ്യഭിചാരം, അല്ലെങ്കിൽ മികച്ച ബന്ധങ്ങൾ വെക്കുമ്പോൾ അവരുടെ ജീവിത പിശാച് കളിക്കുന്ന, അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് ഒരു യാത്ര ചെയ്യുന്നത്. കാരണം മരണമെന്നൊരു സംഭവം കഴിയുമ്പോൾ അത്തരം ആളുകളുടെ ആത്മാക്കളുടെ അവസ്ഥ എന്തായിരിക്കും? ദൈവവചനമാണ് സത്യമെങ്കിൽ അവരുടെ സത്യം അതാണ്, വചനമാണ് സത്യം. വചനത്തെ സംശയിക്കാനാണ് പിശാച് എപ്പോഴും നമ്മളെ പ്രേരിപ്പിക്കും. വചനം വിശ്വസിക്കരുത്. വചനം വിശ്വസിപ്പിക്കാതിരുന്നാൽ മാത്രമല്ലേ അവൻ്റെ ലക്ഷ്യം നടക്കുകയുള്ളൂ, അവൻ്റെ ലക്ഷ്യങ്ങൾ നടക്കുകയുള്ളൂ. ഇന്ന് അവൻ്റെ ലക്ഷ്യം പ്രിയപ്പെട്ടവർ അല്പം കൂടെ നമ്മൾ ജ്ഞാനവും വിവേകമുള്ളവരായിട്ട് മാറണമെന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ഈ കാലയളവിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത്. ഇപ്പം ജഡിക പാപങ്ങളൊക്കെ പെടുമ്പോൾ, അപ്പോൾ മദ്യപാനവും മയക്കുമരുന്ന്, ലഹരികൾ, ഇതിൻ്റെയൊക്കെ വഴികളിൽ പോകുന്ന ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പണം ഉണ്ടാക്കുന്നു, എങ്ങനെയും കാശുണ്ടാക്കുക, ഏത് മാർഗം. പക്ഷെ അവരറിയുന്നില്ല ഈ ജീവിതത്തിൽ എപ്പോഴാണ് ദൈവം അവരെ വിളിക്കുന്നത്. എന്തോരം മരണം ഇന്ന് ഒരുപാട് 30 വയസ്സ്, 28 വയസ്സ്, 32, 35, 40 വയസ്സിനൊക്കെ താഴെ ഒരുപാട് പേരുന്ന ലോകത്തിൽ മരിച്ചു വീഴുന്നുണ്ട്. ഒരുപാട് അപകടം വെറുതെ ക്യാൻസർ. കഴിഞ്ഞ ദിവസം എനിക്ക് ആരോ പറഞ്ഞു, എനിക്കറിയാവുന്നൊരു ഭവനത്തിലെ ഒരു ചെറുപ്പക്കാരൻ, അവർ ക്യാൻസർ പിടിച്ചിരിക്കുകയാണ്. 23-24 വയസ്സേ ഉള്ളൂ. അവൻ മരിച്ചു പോകാൻ സാധ്യതയുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള ചെറുപ്പക്കാർ ഒത്തിരി മരിക്കുന്നൊരു കാലമാണ്. അപ്പോൾ നമ്മൾ എന്ത് നേടുന്നു? നമ്മളിത് നേട്ടമല്ലത്, ഈ ലോകത്തിലെ നേട്ടങ്ങൾ നേട്ടമല്ല. ആ നേട്ടമാണ്, ഇതാണ് നേട്ടമെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു ലോകമാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകമെന്ന്. ഇതാണ് നേട്ടം, ഇവിടുത്തെ പേരാണ് പേര്. അതൊരു നിരീശ്വരവാദിയുടെ ചിന്ത. നിരീശ്വരവാദിയാണെപ്പോലും കാണിക്കുന്ന തെറ്റാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിരീശ്വരവാദി പണം ഉണ്ടാക്കിയിട്ട് ഇവന് എന്ത് കാണിക്കാൻ? ഒരു മനസ്സിനൊരു സുഖം എന്നല്ലാതെ വേറെ മനസ്സുഖം മാത്രം, ഒരു സുഖം കിട്ടാൻ വേണ്ടി എന്തോ ഒന്നൊരു 10 പേരെന്നെ ഒന്ന് കൈയടിക്കുമ്പോൾ അതിന് നടുവിൽ ഇങ്ങനെ ഉയർന്നു നിൽക്കാനുള്ള ഒരു ചെറിയൊരു ആഗ്രഹം. ആ ഒരു ആഗ്രഹം അതം കളഞ്ഞാൽ മതി. എനിക്കിങ്ങനെ ആരുടെയും മുമ്പിൽ വലിയവനാകേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ മാത്രം വലിയവനായി ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ, ദൈവത്തിൻ്റെ മുമ്പിൽ എത്തുക എന്നുള്ളതുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വക്രതയും വഞ്ചനയും ചതിയും മോശമായ വഴികളിലൂടെ നമ്മൾ നേടിയെടുക്കുന്ന ഈ വലിപ്പങ്ങളൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ വലിയ ചെറുപ്പങ്ങളായിട്ട് മാറും. നമ്മളെ ചെറുതാക്കി കളയുമെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതാണ് 2 കൊറിന്തോസിൻ്റെ 4-ാം അധ്യായം 16, 17, 18. ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളുടെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവിടെ ഫലമോ അനുഭവമായ മഹത്വവും ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങൾ. നമ്മളുള്ള സ്വാർത്ഥതയും ഇതൊക്കെ വരുന്നത് ഇതെല്ലാം ഒരു ആദിമാതാപിതാക്കളിൽ വന്നൊരു പാപത്തിൻ്റെ ഒരു ഇടപെടലുകളും
സ്വഭാവ ദൂഷ്യങ്ങൾക്ക്. അതുകൊണ്ട് നമ്മൾ ഈ സമയത്ത് വിശുദ്ധി പാലിക്കാൻ ശ്രമിക്കുക. വിശുദ്ധി എന്ന പുണ്യം, അതിനുവേണ്ടി ത്യാഗം എടുക്കണം, പരിഹാരം, തപസ് ജീവിതം നയിക്കണം. കുടുംബജീവിതങ്ങൾക്ക് പോലും തപസ് ജീവിതം വേണം. കുടുംബജീവിതം ഒരു തപസ് ജീവിതത്തിലേക്ക് പോകണം, ലാളിത്യത്തിലേക്ക് വരണം, എളിമയിലേക്ക് വരണം, ആഡംബരപ്രിയം കാണണം. ഈ പൊങ്ങച്ചം കാണിക്കലും ഈ ഇങ്ങനെ ഊതി വീർപ്പിച്ചൽ, ബലൂൺ ഇങ്ങനെ ഊതി വീർപ്പിച്ചുകൊണ്ട് ഞാൻ എന്തോ ആണെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊങ്ങിക്കളിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മരണവും മരണത്തിന് ശേഷമുണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെ കുറിച്ച് ദൈവവചനം ഈശ്വമിശയുടെ ഈ എഴുതപ്പെട്ട സുവിശേഷത്തിലെ ഓരോ വചനങ്ങളും അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് നമ്മൾ എടുത്ത് നമ്മൾ ധ്യാനിച്ച് ആ വഴിയിലൂടെ നമ്മൾ പൊക്കോണം. അല്ലെങ്കിൽ നമ്മൾ പോകുന്നത് നമ്മൾ തെറ്റായ വഴിയിലൂടെ പോകുന്നത്, അപകടം പിടിച്ച വഴിയിലൂടെയാണ് പോകുന്നത്. യൂദാസിൻ്റെ ലേഖനത്തിൻ്റെ ഒരൊറ്റ ലേഖനമുള്ളൂ, ഒരധ്യായമുള്ളൂ. ആ അധ്യായത്തിൻ്റെ 17 മുതൽ 24 വരെയുള്ള വചനം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരാൽ മുൻകൂട്ടി പറയപ്പെട്ട വചനങ്ങൾ ഓർക്കുകയും. കണ്ടോ, യേശുമിശിഹ ആ വചനങ്ങൾ ഓർക്കാനാണ് പറഞ്ഞു, വേറൊന്നും ഓർക്കാൻ പറ. അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ ദുഷ്ടമായ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദൂഷകർ അവസാന നാളുകളിൽ വരും. അവസാന നാളുകൾ ഒരുപാട് പരദൂഷകർ വരും. അതുപോലെ തന്നെ അധമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നവർ എല്ലാത്തരം വൃത്തികേടും കാണും. അതിനുശേഷം പരിശുദ്ധാത്മാവില്ലാത്തവരും കേവലം ലൗകികരുമായി ഇവരാണ് ഭിന്നിപ്പുണ്ടാക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. നിത്യജീവിതത്തിലായി നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ കാരുണ്യത്തെ ഉറ്റുനോക്കിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവിൻ. ചഞ്ചലചിത്തരോട് അനുകമ്പ കാണിക്കുവിൻ. അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു കയറ്റുവിൻ. മാംസദാഹത്താൽ കളങ്കിതമായൊരു വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവരോട് കരുണ കാണിക്കണം. മാംസദാഹത്താൽ കളങ്കിതമായവരുടെ മാംസത്തോടുള്ള ദാഹം, ഇത് ഭയങ്കരമായ മാംസദാഹം കൂടെ, അതൊരു മൃഗത്തിൻ്റെ സ്വഭാവമാണ്. വെളിപാട് ഗ്രന്ഥത്തിലുള്ള ഒരു മൃഗത്തിൻ്റെ സ്വഭാവം, മാംസദാഹം ഭയങ്കരമായിട്ട് മാംസത്തോടുണ്ടാകുന്നൊരു പൈശാചികമായൊരു അടുപ്പം, ബന്ധനം കയറി വരികയാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വചനത്തിൽ വിശുദ്ധരെക്കുറിച്ച് പറയുന്നൊരു വചനമുണ്ട്. ഒരു കുഞ്ഞാട് സിയോൻ മലമേൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവനോടുകൂടെ 144,000 പേരും. അവരുടെ നെറ്റിയിൽ അവൻ്റെ നാമവും അവൻ്റെ പിതാവിൻ്റെ നാമവും എഴുതിയിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ ഇരമ്പൽ പോലെയും വലിയ ഇടിനാദം പോലെയും സ്വർഗത്തിൽ നിന്നൊരു സ്വരം ഞാൻ കേട്ടു. വീണക്കാർ വീണ മീട്ടുന്ന പോലെ സ്വരം. അവർ സിംഹാസനത്തിൻ്റെയും 4 ജീവികളുടെയും ശ്രേഷ്ഠന്മാരുടെയും മുമ്പാകെ ഒരു പുതിയ ഗാനം ആലപിച്ചു. ഭൂമിയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ട 144,000 പേരൊഴികെ ആർക്കും ആ ഗാനം പഠിക്കാൻ കഴിഞ്ഞില്ല. അവർ സ്ത്രീകളോട് ചേർന്ന് മലിനരാകാത്തവരാണ്, അവർക്ക് ബ്രഹ്മചാരികളുമാണ്. അവരാണ് കുഞ്ഞാടിനെ അത് പോകുന്നിടത്തെല്ലാം അനുഗമിക്കുന്നവർ. അവർ ദൈവത്തിനും കുഞ്ഞാടിനുമുള്ള ആദ്യ ഫലമായി മനുഷ്യരിൽ നിന്ന് വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അവരുടെ അധരങ്ങളിൽ വ്യാജം കാണപ്പെട്ടില്ല. അവർ നിഷ്കളങ്കരാണ്. അപ്പം നിഷ്കളങ്കർക്ക് മാത്രമേ ആ 144,000 പേരുടെ കൂട്ടത്തിൽ പെടാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു വിശുദ്ധരുടെ ഗണത്തിൽ പെടാൻ പറ്റും. അപ്പോൾ അവർ ബ്രഹ്മചാരികളാന്ന് പറയുകയും. അപ്പോൾ ജഡിക പാപത്തിൻ്റെ, മൃഗത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറണം. അതുകൊണ്ട് നമ്മൾ പരിഹാരം ചെയ്യണം. ഈ നാളുകൾ സാത്താൻ അവൻ്റെ സകല വേഷങ്ങളും സകല രീതികളും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാനായിട്ട് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ അവസാനം നമ്മൾ ഒരുപാട് വിഷമിക്കേണ്ടി വരും. വെളിപാട് പുസ്തകം 12-7 മുതൽ 12 വരെ വചനത്തിലും പറയുന്നുണ്ട്. ഈ അവസാന യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മിഖായേൽ ദൈവദൂതനും ലൂസിഫറും തമ്മിൽ നടത്തുന്ന ഒരു യുദ്ധത്തെക്കുറിച്ച് വെളിപാട് 12-7 മുതൽ പറയും. അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. മിഖായേലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി. സർപ്പവും അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു. എന്നാൽ അവർ പരാജിതരായി. അതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്ന പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവനോടുകൂടി അവൻ്റെ ദൂതന്മാർ സ്വർഗത്തിൽ ഒരു വലിയ സ്വരം വിളിച്ചു പറയും ഞാൻ കേട്ടു. ഇപ്പോൾ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷയും ശക്തിയും രാജ്യവും അവിടുത്തെ അഭിഷിക്തൻ്റെ അധികാരവും ആഗതമായിരിക്കുന്നു. എന്തെന്നാൽ നമ്മുടെ സഹോദരരെ ദുഷിക്കുകയും രാപകൽ ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. ജീവൻ നൽകാനും അവർ തയ്യാറായി. അതിനാൽ സ്വർഗമേ, അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കൂ. എന്നാൽ ഭൂമിയെ, സമുദ്രമേ, നിങ്ങൾക്ക് ദുരിതം, ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം കൊണ്ട പിശാച് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ദുഷ്ടാരൂപികൾ ഇറങ്ങിയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി എന്ന പുണ്യത്തെ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള ഗൗരവമേറിയ ഒരു പരിശ്രമം ഈ സമയത്ത് നമുക്കുണ്ടാകണം. അല്ലെങ്കിൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെയുണ്ട്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ലോകവും നമ്മളെ വിട്ടുപോകും, നമുക്കുള്ളതെല്ലാം നമ്മളെ വിട്ടുപോകും. നമ്മുടെ സമ്പത്ത്, പേര്, മഹിമ, പൊസിഷൻ, വലിയ ജോലി ചോദിക്കുമ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്നു, ഞാൻ ഈ IRS പഠിച്ചാൽ IPS കഴിഞ്ഞ ആളാണ്, അല്ലെങ്കിൽ IAS കഴിഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്, എൻജിനീയറാണ്, ഞാൻ VIP ആണ്, ഞാൻ അവിടെ പഠിച്ചു ഇവിടെ. ഇതിനെല്ലാം ഒരു പരിമിത പോലെ കാലഘട്ടമുള്ളൂ. അപ്പോൾ ആ ഒരു ഭൂമിയിൽ ജീവിക്കുന്ന ചെറിയൊരു കാലഘട്ടത്തിന് വേണ്ടി നമ്മൾ ജീവിതം മുഴുവൻ കളയുന്ന കാണാം. അവിടെ എന്തോ നേടിയെടുക്കാൻ വേണ്ടി, ലോകത്തെ വളർത്താൻ വേണ്ടി നമ്മൾ ആത്മരക്ഷയെക്കുറിച്ച് ചിന്തിക്കുക. യോഹന്നാൻ ശ്ലീഹായുടെ 3-ാമത്തെ ലേഖനത്തിൻ്റെ 1 മുതൽ വചനത്തിൽ പറയുന്ന പോലെ ഗായൂസിനോട്, ശിഷ്യനോട് പറയുകയാണ്. യോഹന്നാൻ ശ്ലീഹാ ഗായൂസ് ശിഷ്യനോട് പറയും, നിൻ്റെ ആത്മാവ് ക്ഷേമസ്ഥിതിയിൽ, നിൻ്റെ ആത്മാവ് രക്ഷയുടെ വഴിയിലൂടെയാണ് പോകുന്നത് ഞാൻ വിശ്വസിക്കട്ടെ. അപ്പോൾ അതാണ് വേണ്ടത്. നമ്മുടെ ആത്മാവിൻ്റെ ഭാരം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. എല്ലാവരും വിചാരം നമസ്തേ ഇനിയൊരു കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, ഇനിയൊന്നും പ്രശ്നമൊന്നുമില്ല. അത് തന്നെ സാത്താൻ നൽകുന്നൊരു വക്രതയുടെ പ്രബോധനം. ദൈവവചന ആഴത്തിൽ ധ്യാനിക്കാനും നമ്മുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാനും ഒത്തിരി എളിമയിലേക്ക് വരാനും നമ്മൾ തയ്യാറാകേണ്ട സമയമാണ്. ഗൗരവത്വം, അല്പം കൂടെ സീരിയസ്നെസ് നമ്മളോട് കാണിക്കണം. നമ്മുടെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് ദൈവവചനം പറയുന്ന പോലെ നമ്മൾ പോകാതെ, നമ്മൾ തോന്നിവാസം ജീവിച്ചിട്ട് നമ്മൾ നല്ല രീതിയിലാണ് എനിക്കൊന്നും ബാധിക്കാൻ പോകുന്നു, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല എന്നുള്ള ചിന്തയിലുള്ള നമ്മുടെ നടപ്പും എടുപ്പും പോക്കൊക്കെ അപകടമാണ്. ഇവിടെ ഒന്നും നമ്മൾ നേടാൻ പോകുന്നില്ല. നമ്മൾ ഈ ഭൂമി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് പോകുമ്പോഴും ഓർത്തണം, എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും ഈ ലോകത്ത് നിന്ന് വേർപിരിയാവുന്നവരെ എപ്പോൾ വേണമെങ്കിലും, ഒരു രാത്രി കള്ളൻ എന്നതുപോലെയാണ് കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കണം. അപ്പോൾ അത് മരണമെന്ന് വിളി, ഒരു കള്ളം വരുന്ന എപ്പോൾ പോകുന്നു പറയുന്നത്, എപ്പം വേണം സംഭവിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് നിരക്കാത്ത വഴികളിലൂടെ നമ്മൾ പോകരുത്. നമ്മൾ ദൈവത്തോട് ചേർന്നുള്ള ജീവൻ നയിക്കുക. അപ്പം മാംസദാഹത്താൽ കളങ്കിതമായവരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് അവരോട് കരുണ കാണിക്കാൻ യൂദാസ് അപ്പസ്തോലൻ സഭയെ പഠിപ്പിക്കുമ്പോൾ മാംസദാഹം എന്നുള്ളൊരു പിശാച് കയറി ലോകത്തെ കയറി പിടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ആ ദാഹം കൂടുന്നവരാണ് ഈ മൊബൈൽ ഫോണിനകത്തൊക്കെ ചിലപ്പോഴൊക്കെ അങ്ങ് കയറി അങ്ങ് ഇരുന്നിരിക്കുക. ഒത്തിരിയേറെ ഈ ചെറുപ്പക്കാർ ഇപ്പോൾ ധ്യാനത്തിന് വരുമ്പോൾ ചിലപ്പോൾ കാണാം ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നായിട്ട് കാണാൻ പറ്റും. ലോകം തന്നെ ഈ ഒരു അവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും തന്നെ. അപ്പോൾ അതൊരു അപകടം നിറഞ്ഞൊരു കാലഘട്ടം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കെ തന്നെ നമ്മുടെ ജീവിതത്തിലെ നമ്മളെ നശിപ്പിച്ചുകൊണ്ട് തകർത്തുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മകളും വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധി എന്ന പുണ്യത്തിന് വേണ്ടി ആഗ്രഹിക്കണം, തീഷ്ണമായിട്ട് പ്രാർത്ഥിക്കണം. 1 തെസ്സലോനിക്ക 4:3 നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. വീണ്ടും അതിൻ്റെ 7-8 വചനം പറയുന്നത്, അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. വിശുദ്ധരായി തീരുക, ഹോളിനെസ്സിനെ നമ്മൾ മുന്നിൽ കാണുക. അതാണ് ദൈവവചനം. അതിന് നമ്മളിന്ന് പ്രാധാന്യം ഒരു കാലത്ത് നോക്കി ഇതിനേ ഉള്ളൂ വിലയുള്ളൂ. ഒരുപക്ഷെ ഞാൻ ഈ പറയുന്ന വചനം ലോകത്തിൽ 10,000-കണക്കിന് തന്മയായ കാര്യം പഠിപ്പിക്കുന്നതിനിടയിൽ നിന്ന് വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ, വിശുദ്ധിയാണ് പ്രകാശം, മറ്റുള്ളതെല്ലാം ഇരുട്ടാണ്. ആ ഇരുട്ടിൻ്റെ സന്തതികളായിട്ട് നമ്മൾ മാറരുത്. അല്പനേരത്തെ സുഖവും പക്ഷേ ദീർഘകാലത്തെ നിരാശയുണ്ടാകും. നമ്മളിപ്പോൾ ഈ പാപത്തെ നമ്മൾ കെട്ടിപ്പിടിച്ച് നേരെ മറിച്ച് ഇപ്പം നമ്മൾ വിശുദ്ധിയും വിശുദ്ധ ജീവിതവും ചിലപ്പോൾ നമ്മളല്പം ലോകത്തിന് മുമ്പ് ലോകത്തിന് മുമ്പ് ചെറുതായിപ്പോയെന്ന് വരും. പക്ഷേ നമുക്കൊരു മരണത്തിന് ശേഷം നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും പറ്റുക. കാരണം കർത്താവിൻ്റെ വചനം അതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധർക്ക് മാത്രമേ, വിശുദ്ധിയിലെത്തിയാൽ മാത്രമേ ദൈവത്തെ മുഖാഭിമുഖം കാണാൻ പറ്റുള്ളൂ. എബ്രായ ലേഖനത്തിൻ്റെ 12:14 എല്ലാവരോടും സമാധാനത്തെ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും നമ്മുടെ കർത്താവിനെ ദർശിക്കുക സാധ്യമല്ല. തീഷ്ണമായിട്ട് വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ ഒരു കൃപ കിട്ടട്ടെ. അതിനുവേണ്ടി പരിശ്രമം നമ്മൾ വർക്ക് ചെയ്യണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്കത് നേടിയെടുക്കാം. ഉപവാസവും പരിഹാരവും ആത്മനിയന്ത്രണവും അതുപോലെ സഹനങ്ങളും എടുത്തുകൊണ്ട് നമുക്ക് വിശുദ്ധി പാലിക്കാനായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടാനായിട്ട് ശ്രദ്ധിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആമേൻ.